എന്തും മുഖത്ത് നോക്കി പറയുക. ഞാൻ എന്ത് കാര്യങ്ങളും ഓപ്പണായി പറയുന്ന ആളാണ്. എനിക്ക് ഒന്നും മറച്ചു വെക്കാനില്ല. ഞാനൊരു തെറ്റ് കണ്ടാൽ സ്പോട്ടിൽ പ്രതികരിക്കുന്നയാളാണ്. മൂക്കത്താണ് ആ മനുഷ്യന്റെ ദേഷ്യം. ഇതൊക്കെ അഭിമാനമായി കൊണ്ട് നടക്കുന്ന പലരും. ഒരു സഭയിൽ എന്തെങ്കിലും ഒരു തിന്മ കണ്ടാൽ സഭയിൽ വെച്ചുകൊണ്ട് പ്രതികരിക്കുക. നാലാള് കൂടുന്നിടത്ത് ഒരാളുടെ ഭാഗത്ത് വല്ല മിസ്റ്റേക്കും പറ്റിയാൽ അത് കളിയാക്കിയിട്ട് മാനസികമായിട്ട് ട്രോമയിലാക്കുക. മനുഷ്യരുടെ സ്വകാര്യ ദുഃഖങ്ങളൊക്കെയും ഉള്ളിൽ അടക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നതിനെ മെല്ലെ മെല്ലെ കുത്തി നോവിച്ച് മനസ്സിന്റെ വേദനകൾ ഇരട്ടിപ്പിക്കുക. ഇതൊരു മികച്ച സ്വഭാവമാണ് എന്നാണ് ചില ആളുകളെങ്കിലും ധരിച്ചു വെച്ചിരിക്കുന്നത്. സഭയിൽ കയറി ആളാവുക, ആളുകളെ സിറ്റുവേഷൻ നോക്കാതെ സംസാരിക്കുക, നാലാളുകളുടെ മുമ്പിൽ ഒച്ചയിട്ട് സംസാരിക്കുക, നമ്മുടെ വേണ്ടപ്പെട്ട ആരുടെയെങ്കിലും ഭാഗത്തൊരു മിസ്റ്റേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അത് പബ്ലിക്കായിട്ട് തിരുത്താനുള്ള വെമ്പൽ കൊള്ളുക. ഇതൊന്നും ഒരു യഥാർത്ഥ മനുഷ്യന്റെ അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ള ഒരു മനുഷ്യന്റെ, ജെന്റിൽമാനായ മാന്യനായ ഒരു മനുഷ്യന്റെ രീതിയേ അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് 3 പ്രാവശ്യം ഒരു തെറ്റ് ചെയ്തതിന്റെ പേരിൽ, മദ്യപാനം ചെയ്തതിന്റെ പേരിൽ ഒരാളെ കൊണ്ടുവരപ്പെട്ടു. അദ്ദേഹത്തെ ഒരു തവണ വാണിംഗ് നൽകിയിട്ട് അതിന്റെ സ്വാഭാവിക ശിക്ഷകൾ നൽകി പറഞ്ഞു വിട്ടത്. അതേ ആള് രണ്ടാമതും മദ്യപിച്ചു. 3-ാം പ്രാവശ്യവും മദ്യപിച്ച് അദ്ദേഹം പിടിക്കപ്പെട്ടു. അങ്ങനെ അദ്ദേഹത്തിന് അതിന്റെ പണിഷ്മെന്റ് നൽകാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് പബ്ലിക്കായിട്ട് ആളുകളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. കൂട്ടത്തിൽ ഒരു സഹാബി ഈ മദ്യപാനത്തിന്റെ പേരിൽ പിടിക്കപ്പെട്ട ആ മനുഷ്യനെതിരെ ഒരു ചെറിയ വാക്ക് പറഞ്ഞു. ഒരു ശാപം പോലെയുള്ള ഒരു വാക്ക് ഒരു സഹാബി അറിയാതെ പറഞ്ഞുപോയി. തങ്ങൾ പറഞ്ഞു, ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. അദ്ദേഹത്തിന്റെ മനസ്സിന്റെ നന്മയെ നിങ്ങൾക്ക് ആർക്കും അറിയാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് ആളിലുള്ള നന്മയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പബ്ലിക്കായിട്ട് പറയുകയും തിന്മയെ പരമാവധി ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വളരെ മനോഹരമായൊരു ദഅവത്തിന്റെ രീതിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചത്. നമ്മുടെ വീടുകളിലും നമ്മുടെ ഇടങ്ങളിലും പേഴ്സണൽ ഇടങ്ങളിലും നമ്മുടെ ക്യാമ്പസുകളിലും പബ്ലിക്കിലും ഒക്കെയും തെറ്റ് തിരുത്തുന്നത് വളരെ റൂഡായിട്ട് ദേഷ്യം പിടിച്ച് അവഹേളിച്ച് കുറ്റപ്പെടുത്തി പരമാവധി ഒരാളെ മെന്റലി ട്രോമയിലാക്കിയതിനു ശേഷമായിരിക്കും. ഇതൊരിക്കലും ഒരു ശുദ്ധമായ നല്ല സ്വഭാവമല്ല. ശ്രദ്ധിക്കുക.